ചർച്ചയായി. എന്താണ്? അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. അപ്പോൾ അംബേദ്കറെ എങ്ങനെ വേണമെങ്കിലും വായിക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയ ആളുകൾ അവസാനം ഈ കൂടിയ ആളുകളിൽ 3 പേരൊഴികെ 4ാമതായി വന്ന ഈ ശ്രീധവണിക്കർ അംബേദ്കറെ വായിച്ചപ്പോൾ ഇവർ പറയുകയാണേ എന്ത് എങ്ങനെ വേണമെങ്കിലും വായിക്കാം, ശരിയാണ്, പക്ഷേ ഇജ്ജ് വായിച്ച മാതിരി വായിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. നമ്മൾ വായിക്കണ മാതിരി വായിച്ചാൽ മതി, ഇജ്ജ് വായിച്ചത് ശരിയായില്ല, നിങ്ങൾ ഉൾക്കൊണ്ട രീതി ശരിയായില്ല, നിങ്ങൾ കിതാബ് പഠിച്ച ശരിയായില്ല എന്ന് നമ്മളെ കാക്കമാർ കോയമാർ എങ്ങനെയാണ് നമ്മളോട് വന്ന് പറയുന്നത്. ആ മാതിരി അതിനേക്കാൾ തറ ലെവലിലാണ് ഈ പറയുന്ന അംബേദ്കറൈറ്റുകൾ എന്ന് പറയുന്ന ഈ ഉടായ്പ ചങ്ങാതിമാർ ജാതി ബാണങ്ങൾ വന്ന് നിന്നിട്ട് പറയുന്നത്. നമ്മളാരും ശ്രീജിത്തിന്റെ അടുത്തും പറയുന്നില്ല, ഈ ഇന്ത്യയിലുള്ള ആരടുത്തും പറയുന്നില്ല, അംബേദ്കറായിട്ടുള്ള ഒരു വ്യക്തികളും പറയില്ല. അതായത് നിങ്ങൾ ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം, എന്ത് ആഹാരം കഴിക്കണം, എന്ത് സംസാരിക്കണം, ആരെക്കുറിച്ച് സംസാരിക്കണം, ഇതൊന്നും അംബേദ്കറായിട്ടുകൾ ആരോടും പറയാനില്ല. അതാദ്യമേ മനസ്സിലാക്കുക. ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലാവും. നമുക്കിപ്പോൾ ആദ്യമൊക്കെ യുക്തിവാദം, എസൻസ് അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രബോധം വളർത്തുന്നു എന്നൊക്കെയാണ് ആദ്യ കാലങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് കേരളം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കക്ഷിയെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. കേരളത്തിൽ സംഘപരിവാർ ചങ്ങലക്കിട്ടിട്ട് നമ്മൾ ഈ പട്ടിയെ തുടലിലിട്ടിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയൊക്കെ ഒരു അവസ്ഥയാണ്. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ശൂദ്രരുടെ മൈക്കാടുകാരനാണ് ഇപ്പൊ നിലവിൽ കക്ഷി. ശൂദ്രർ എന്താണോ ഉദ്ദേശിക്കുന്നത്, ശൂദ്രർക്ക് വേണ്ടി എന്താണോ പറയാനുള്ളത്, അത് അദ്ദേഹത്തിന് എഴുതി കൊടുക്കും, ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ. ഈ ഹോർത്തൂസ് ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് സണ്ണിയും കപ്പിക്കാടോ, മായ പ്രമോദോ, ഈ പറയുന്ന ശ്യാംകുമാർ സാറോ, ഇവരാരും തന്നെ ശ്രീജിത്തിനോടും പറയുന്നില്ല നിങ്ങൾ ഇന്നത് സംസാരിക്കൂ, നിങ്ങൾ ഇന്നതിന്റെ ചോദ്യത്തിന് മറുപടി തരൂ, ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ ഹോർത്തൂസ് ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി നേരിട്ട് കണ്ടതാണ്. ഞാൻ ആ ഫുള്ള് ആ ചർച്ച കണ്ടതാണ്. ഒരു ആദ്യത്തെ ശ്രീജിത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം പരിചയപ്പെടുത്തൽ അതൊന്നും കണ്ടില്ല എന്നേ ഉള്ളൂ. എങ്കിലും സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സംസാരം തുടങ്ങുന്നത് അത് ശ്രീജിത്തിന്റെ നിന്നാണ്. ശ്രീജിത്ത് ഏകദേശം ഒരു 15-16 മിനിറ്റ് ഫസ്റ്റ് സംസാരത്തിന് എടുത്തിട്ടുണ്ട്. പിന്നീട് ഓരോരുത്തർ സ്റ്റെപ്പായിട്ട് പോകുന്നു. അവസാനം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രീജിത്തിന് വരുന്നു. ശ്രീജിത്ത് ആ സമയത്തും ഏകദേശം 9 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 15-6 24-25 മിനിറ്റോളം ഈ ശ്രീജിത്ത് സംസാരിക്കാനായിട്ട് സമയം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ശ്രീജിത്ത് പറയുന്നത് എന്താണ്? എനിക്ക് സമയം ഇനിയും വേണം, ഞാൻ സമയമല്ലേ ചോദിച്ചോളൂ, സംവരണമല്ലല്ലോ ചോദിച്ചത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ ശൂദ്രരുടെ മൈക്കാടുകാരൻ പറയുന്നതും വേറെ രീതിയിൽ വളച്ചടിക്കുകയാണ്. അതായത് അംബേദ്കറെ വായിക്കണമെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ വായിക്കണം എന്നുള്ളത് ശ്രീജിത്ത് തന്നെയല്ലേ പറയുന്നത്. അവിടെ സണ്ണിയം കപ്പിക്കാട് പറയുന്നില്ല. ഇപ്പം അവിടെ വന്ന് കാണാനിരിക്കുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ ഈ മനോരമ ഈ ഒരു വീഡിയോ പുറത്തേക്ക് വിടുമ്പോൾ കേരളമാണ് അത് വിലയിരുത്തുക. എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ചർച്ച പോകുന്നത്, അല്ലെങ്കിൽ ഈ 4 പേരുടെയും വാക്കുകളിൽ നിന്ന് ഏതാണ് മെച്ചപ്പെട്ടത്, അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഇതിപ്പോ ജഡ്ജ് ആരാണ് അല്ലെങ്കിൽ മോഡറേറ്റർ ആരാണ് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഇപ്പൊ ഈ ചർച്ച നിയന്ത്രിച്ചതും അല്ലെങ്കിൽ ഈ ചർച്ച കൊണ്ടുവന്നത് സംഘപരിവാരം തന്നെയാണെന്നുള്ള രീതിയിലാണ് ഈ ശൂദ്രയുടെ മൈക്കാടുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പങ്കിയെ കൊണ്ട് തോറ്റി. ഇങ്ങനെയുള്ള പങ്കികൾ കുറെ ഉണ്ട്. ഇപ്പൊ RSSന്റെ പങ്കികളായിട്ട് കുറെ പേരുണ്ടല്ലോ കേരളത്തിൽ. ഇപ്പൊ ഈ പറഞ്ഞു വെക്കുന്നതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, നിങ്ങൾ ഈ വോയിസ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. ഈ കൂടിയ ആളുകളിൽ 3 പേരൊഴികെ 4ാമതായി വന്ന ഈ ശ്രീധവണിക്കർ അംബേദ്കറെ വായിച്ചപ്പോൾ ഇവർ പറയുകയാണേ എന്ത് എങ്ങനെ വേണമെങ്കിലും വായിക്കാം, ശരിയാണ്, പക്ഷേ ഇജ്ജ് വായിച്ച മാതിരി വായിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. നമ്മൾ വായിക്കണ മാതിരി വായിച്ചാൽ മതി, ഇജ്ജ് വായിച്ചത് ശരിയായില്ല, നിങ്ങൾ ഉൾക്കൊണ്ട രീതി ശരിയായില്ല, നിങ്ങൾ കിതാബ് പഠിച്ച ശരിയായില്ല എന്ന് നമ്മളെ കാക്കമാർ കോയമാർ എങ്ങനെയാണ് നമ്മളോട് വന്ന് പറയുന്നത്. ആ മാതിരി അതിനേക്കാൾ തറ ലെവലിലാണ് ഈ പറയുന്ന അംബേദ്കറൈറ്റുകൾ എന്ന് പറയുന്ന ഈ ഉടായ്പ ചങ്ങാതിമാർ ജാതി ബാണങ്ങൾ വന്ന് നിന്നിട്ട് പറയുന്നത്. അതായത് പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ് സംസാരിക്കുന്നത് ശ്രീജിത്താണ്, അവസാനവും സംസാരിക്കുന്നത് ശ്രീജിത്ത് തന്നെയാണ്. ശ്രീജിത്ത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്നില്ല എന്ന്. അപ്പോഴാണ് അവർ മറുപടി പറയുന്നത് ഞങ്ങൾ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് ആളെ പറ്റി സംസാരിക്കണം, അതെല്ലാം ആര് സംസാരിക്കും, ആര് തീരുമാനം എടുക്കണം. അത് ഈ ഇന്ത്യയിലുള്ള പൊതുവേ ഉള്ള ഒരു പൊതു മനസ്സുകളുടെ ഒരു തീരുമാനമാണത്. പൊതുജനത്തിന്റെ തീരുമാനമാണ്. ഏത് രാഷ്ട്രീയം, ഏത് ആശയം, അതൊക്കെ നമ്മളാണ് തീരുമാനിക്കുക എന്താണ് സംസാരിക്കേണ്ടത്. ഇപ്പോ നമുക്കിപ്പോ ഒരു ഹോട്ടലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഹോട്ടലിലെ എല്ലാ ഫുഡൊന്നും നമ്മൾ കഴിക്കത്തില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മളെടുത്ത് കഴിക്കും, നമുക്ക് ഏറ്റവും ഗുണമുള്ള ഫുഡ് കഴിക്കും, ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും. അത് അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ് നമ്മളെല്ലാവരും. അതേകണക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോ ഒരു വിവാഹം കഴിക്കുമ്പോൾ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെയല്ലേ നമ്മൾ കല്യാണം കഴിക്കൂ, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും പിടിച്ച് കല്യാണം കഴിക്കാൻ പറ്റൂ? അങ്ങനൊന്നുമില്ല. മനുഷ്യന് എന്താണോ യോജിക്കുന്നത് അവന്റെ ജീവിതത്തിനും അവന്റെ കുടുംബത്തിനും അവന്റെ ഭാവി ജീവിതത്തിനും
ചിന്തയ്ക്കും അതെല്ലാം ഉതകുന്ന രീതിയിലാണ് നമ്മൾ എന്തും നമ്മൾ ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ച് പോകുന്നത്, സംസാരിച്ച് പോകുന്നത്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ സത്യത്തിൽ ഈ ഹോർത്തോസിന്റെ പൊതുവെയുള്ള ഒരു ചർച്ചകളും അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ RSS നേരിട്ട് ഈ ഒരു അംബേദ്കറേറ്റുകളെ അവിടെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി സംസാരിപ്പിച്ചാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഈ പിന്നെ RSSകാരുടെ പങ്കായിട്ടുള്ള ആരിഫിന്റെ ഈ ഒരു ചോദ്യത്തിന് സണ്ണി സാർ എന്താണ് മറുപടി കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഡിസ്കഷനിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം ഇന്ത്യ പഠനത്തിന് അംബേദ്കറിൻ്റെ സ്റ്റഡീസ് ഒരു മാതൃകയാണോന്നോ? എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് അതിനും മറുപടി പറഞ്ഞില്ല, വേറെ ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് ഈ ഡിസ്കഷനെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നൊരു അപ്രോച്ചാണത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി നമ്മൾ മറുപടി പറയുക, അത് വിശദീകരിക്കുക, ആ സംശയങ്ങൾ ഉന്നയിക്കുക, ഡിസ്കസ് ചെയ്യുക, പൊസിഷൻ പറയുക, അതായിരിക്കണം ഒരു അപ്രോച്ചായിട്ട് എടുക്കേണ്ടത് ഇതുപോലൊരു ഡിസ്കഷന്. അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നൊന്നും ആർക്കും ആരോടും പറയാൻ പറ്റില്ല. സൗകര്യമുള്ള പോലെ ആൾക്കാർ വായിക്കും. അതാണത് എൻ്റെ ഒന്നാമത്തെ ഉത്തരം. പക്ഷേ അംബേദ്കറെ അറിയാൻ നമ്മൾ അംബേദ്കറെ വായിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കരുതാത്ത ചില ഘടകങ്ങൾ അംബേദ്കറുടെ എഴുത്തിലുണ്ട്. അത് ഒഴിവാക്കിയാൽ അംബേദ്കർ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ സണ്ണി സാറ് പറയുന്നത് കൃത്യമാണ്. അതായത് ശ്രീജിത്ത് പണിക്കർ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, അംബേദ്കർ പറയുന്ന എല്ലാ മേഖലകളിലെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല, അങ്ങനെയൊക്കെയാണ് ശ്രീജിത്ത് പറഞ്ഞ് വെക്കുന്നത്. അപ്പം സണ്ണി സാറ് പറയുന്നത് എന്താണ്, അംബേദ്കറിനെ എങ്ങനെ വായിക്കണം, ഏത് രീതി മനസ്സിലാക്കണം, അതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനാണ് തീരുമാനിക്കുക, അത്രയല്ലേ ഉള്ളൂ സംഭവിക്കുക. അത് തന്നെ അത് കൃത്യമല്ലേ. ഇപ്പോൾ RSS അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ലല്ലോ, അംബേദ്കറായിട്ടുള്ള ആരും തന്നെ പറയുന്നില്ല, ദളിതനായിട്ടുള്ള. ഇപ്പൊ ഞാൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഇപ്പൊ ഞാൻ ഒരിക്കലും ഒരു RSSകാരൻ്റെ അടുത്ത് പറയത്തില്ല നിങ്ങൾ ഇന്ന കണക്ക് പഠിക്കൂ, അതാരും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോ ഒരു നിലപാട്? ഒരിക്കലും ഇല്ല. ഇപ്പൊ RSS ഹെഡ്ഗേവാറിനെ പഠിക്കുന്നതും സവർക്കറിനെ പഠിക്കുന്നതും ആരെയൊക്കെ പഠിച്ചാലും അവരെ പഠിക്കണ്ടെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷെ വിമർശിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ശ്രീജിത്ത് പണിക്കറിനെ വിമർശിക്കാം. പക്ഷെ ആ ചർച്ച എങ്ങനെ പോകണം, എന്ത് സംസാരിക്കണമെന്നുള്ള തീരുമാനം എടുക്കാൻ ശ്രീജിത്തിന് അധികാരമില്ല, അതിനുള്ള ഒരു അവസരം അവിടെ ഇല്ല. എന്നിട്ട് കൂടി ശ്രീജിത്ത് തന്നെ പറയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് മറുപടി പറയൂ. ഒന്നാമത്തെ സംഗതി, അദ്ദേഹം 1916 ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് പഠിക്കുന്നത് പണ്ടുകാണ്ട് വണ്ടിയെ നിറക്കി വിട്ടത് കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നത്. വണ്ടിയെ നിറക്കി വിട്ടതുകൊണ്ടൊന്നും അല്ല. അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളുടെ പ്രാചീനമായ സാമൂഹിക സംവിധാനത്തെ സംബന്ധിച്ച് നടത്തിയ ആന്ത്രോപോളജിക്കൽ സെമിനാറിൽ ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പ്രാചീനമായ പ്രാകൃതമായ ഒരു സാമൂഹിക സംഘാടന വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയിലെ ജാതികളെക്കുറിച്ചൊരു പഠനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പഠനത്തിൽ തന്നെ ഒരു മെത്തഡോളജി, ഒരു അപ്രോച്ച്, ഹൗ ടു സ്റ്റഡി ഇന്ത്യ എന്ന ചോദ്യത്തിനൊരു ഉത്തരം അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ജാതിയില്ല, ജാതികളേ ഉള്ളൂ എന്നതാണ് ആദ്യത്തെ പ്രഖ്യാപനം. എന്ന് പറഞ്ഞാൽ ജാതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റപ്പെട്ട ഗ്രൂപ്പുകളായിട്ടല്ല, ഒരു ബന്ധവ്യവസ്ഥയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങളുടെ ഒരു ബന്ധവ്യവസ്ഥയാണ് ജാതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് എൻ എൻക്ലോസ്ഡ് ക്ലാസ് എന്നാണ് പറയുന്നത്. എൻക്ലോസ്ഡ് ക്ലാസ് എന്ന കൊട്ടിയടയ്ക്കപ്പെട്ട വർഗമാണ് ജാതി എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്തർജാതി ബന്ധങ്ങൾ അസാധ്യമായൊരു സമൂഹമാണ് ഇന്ത്യ എന്നാണ്. അന്തർജാതി ബന്ധങ്ങൾ അസാധ്യമായ ഒരു സമൂഹമാണ് ഇന്ത്യ എന്നാണ്. മൂന്നാമത്തെ കാര്യം, എക്സോഗമിക്ക് മേൽ എൻഡോഗമി സ്ഥാപിക്കപ്പെട്ടതാണ് ജാതി. സഗോത്ര വിവാഹമാണ് ജാതിയെ നിലനിർത്തുന്നത് എന്നതാണ് മൂന്നാമത്തെ സംഗതി. 4, സതി പോലെയുള്ള അതിക്രൂരമായൊരു സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായി വരാൻ കാരണം ഫീമെയിൽ സെക്ച്വാലിറ്റിക്ക് മേൽ, സ്ത്രീകളുടെ സെക്ച്വാലിറ്റിക്ക് മേൽ ജാതി വ്യവസ്ഥയും പുരുഷാധികാരവും പുലർത്തുന്ന സമീപനമാണ് എന്ന് അതിൽ പറയുന്നു. ഈ 4 കാര്യങ്ങളിൽ നിന്നും ഇന്ത്യ എന്നത് ഈ ജാതി വിവേചനം അനുഭവിച്ചിട്ടുള്ളതുണ്ടെന്ന ജാതിയെക്കുറിച്ച് പറഞ്ഞേക്കാന്നല്ല അംബേദ്കർ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ച് തന്നെയാണ് പൊതുവെ സണ്ണിയും കപ്പിക്കാട് ആ ഒരു വേദിയിൽ പറയുന്നത്. ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലോ അവർ വിമർശിക്കുന്ന രീതിയിലോ ഏത് രീതിയിലോ ആവട്ടെ ശ്രീജിത്ത് പണിക്കർക്ക് സംസാരിക്കാം. അവിടെ ഒരിക്കലും പറയുന്നില്ല ശ്രീജിത്ത് സണ്ണിയും കപ്പിക്കാട് ശ്യാം സാറ് പറയുന്നില്ല നിങ്ങൾ ഇന്നത് സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ ഈ രീതിയിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യമേ അവിടെ വരുന്നില്ല. ശ്രീജിത്തിൻ്റെതായിട്ടുള്ള നിലപാട് അവിടെ പറയാം, ബാക്കിയുള്ളവർ അവരവരുടെ നിലപാട് അവർ പറയും.
ഇത്രയുള്ള അവിടെ കാര്യം. അല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ ജയിച്ചു 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 എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. അത് എനിക്ക് മനസ്സിലാവുന്നില്ലാത്ത ഒരു കാര്യം. ഈ മൈക്കാടുകാരൻ, ശൂദ്രരുടെ മൈക്കാടുകാരൻ എന്തുകൊണ്ടാണ് ഈ ജയിച്ചു ജയിച്ചു എന്ന്, ശൂദ്രരുടെ മൈക്കാടുകാരൻ മാത്രമല്ല, ശൂദ്രരുടെ കൂടെയുള്ള പങ്കികൾ മൊത്തം ഇത് തന്നെയാണ് പറഞ്ഞു നടക്കുന്നത്. സത്യത്തിൽ ഈ അവിടെ ആ ചർച്ചയിൽ നേരിട്ട് കണ്ട വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇവർ ചോദിച്ച ചോദ്യത്തിനോ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇവർ മൂന്നുപേരും മൈൻഡ് ചെയ്തിട്ടില്ല. അത്രമാത്രമാണ് അവിടെ സംഭവിച്ചു അതായത് അവിടെ ഈ ഒരു മുസ്ലിം സമൂഹമായിട്ട് ബന്ധപ്പെട്ട് അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ചർച്ച വരുമ്പോഴത്തേക്കും അത് വേറെ രീതിയിലേക്ക് ആ ചർച്ച പോകും. അതാണ് ഉദ്ദേശിച്ചത്. ശ്രീജിത്ത് പണിക്കർ അവിടെ ഉദ്ദേശിച്ചതും മുസ്ലിം സമൂഹവും ദളിതരും അംബേദ്കറും തമ്മിലുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടാവും. അതാണ് ശ്രീജിത്ത് ഉദ്ദേശിച്ചത്. പക്ഷെ അത് അവിടുത്തെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോർത്തൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം അതല്ല. നിങ്ങൾ ഓരോരുത്തരും അംബേദ്കറെ ഏത് രീതിയിൽ കാണുന്നു അത്ര മാത്രമേ ഉള്ളൂ അവിടെ. അത് ശ്രീജിത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുക, ബാക്കിയുള്ള അവരുടെ ഇഷ്ടത്തിന് പറയുക, കാര്യം കഴിഞ്ഞല്ലോ. ബാക്കിയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് കേരളമല്ലേ തീരുമാനിക്കുക, കേരളത്തിലെ പൊതുബോധമല്ലേ തീരുമാനിക്കുക എന്താണ് അവിടെ നടന്നത്, എന്താണ് സംഭവിച്ചത് എന്താന്നുള്ളത്. അല്ലാതെ RSSന്റെ വക്താക്കളായിട്ട് സണ്ണിയം കപ്പിക്കാണ് ശ്യാംകുമാർ സാർ അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. RSSന്റെ നിലപാട് എന്താണോ, സംഘപരിവാറിന്റെ നിലപാട് എന്താണോ. ഒരുപക്ഷെ ശ്രീജിത്ത് പണിക്കർ നിഷ്പക്ഷനാണെന്നാണല്ലോ വൈപ്പ്. നിഷ്പക്ഷനാണ് എങ്കിൽ ആ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക, കാര്യം കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മൈക്കാടുകാരെ എന്താണെന്ന് പറയുന്നത്, ശൂദ്രരുടെ ഭംഗി എന്താ പറയുന്നത് നമുക്കിത് മനസ്സിലാവുന്നില്ല. അപ്പോൾ കൂടുതൽ ഇതിപ്പോ കുറെ പോവും. 1 മണിക്കൂറോളമുള്ള ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചയെ വഴിതിരിച്ച് വിടാൻ നോക്കി. അതായത് മുസ്ലിം സമൂഹവും അംബേദ്കറും അല്ലെങ്കിൽ ദളിതരുമായിട്ടുള്ള വിഷയത്തെ ചർച്ചയ്ക്ക് കൊണ്ടുവരാനാണ് ശ്രീജിത്ത് പണിക്കർ അവിടെ ശ്രമിച്ചത്. അതവിടെ വിലപ്പോയില്ല, അവർ മൈൻഡ് ചെയ്തതുമില്ല, അവർ മുൻധാരണയോടെ അതിനെ കണ്ടു. ഈ ചർച്ച എന്ന് പറയുന്നത് വേറെ രീതിയിലേക്ക് പോകും. അംബേദ്കറിന്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ, അതായത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജാതിയാണ്. അപ്പൊ ജാതിയെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ദളിത് സമൂഹം ഈ രാജ്യത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ പ്രശ്നം, തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഏത് വിഭവങ്ങളിലോ എല്ലാ മേഖലകളിലെയും ദളിതർ അനുഭവിക്കുന്ന പ്രശ്നം ജാതിയാണ്. അല്ലാതെ ദളിതർ അനുഭവിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിമിന്റെ മുന്നിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. മുസ്ലിം സമൂഹമാണ് ദളിതരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്തത് എന്നുള്ള പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ലല്ലോ. ഇപ്പൊ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ദളിതരുടെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം അല്ല. ദളിതരുടെ ഏറ്റവും വലിയ വിഷയം സാമൂഹ്യ പ്രശ്നം ജാതിയാണ്. ആ ജാതിയെ അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മുസ്ലിം സമൂഹമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭരണഘടന എഴുതുന്ന സമയത്ത് അത് ബാൻ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇനി മുതൽ സ്ത്രീകൾ ബുർക്ക ധരിക്കാൻ പാടില്ല, അത് ഭരണഘടനാപരമായിട്ട് അത് ബ്ലോക്ക് ചെയ്യണം, അത് നിർത്തലാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മുത്തലാഖ് ഭരണഘടനയിൽ തന്നെ ഇനി അത് ഉൾക്കൊള്ളിക്കണം. ഇനി മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇനി ഇന്ത്യയിൽ വേണ്ട, അങ്ങനൊന്നുമല്ല. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് അംബേദ്കർ തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള മത ആചാരങ്ങളും വിശ്വാസങ്ങളും കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ ഉൾപ്പെടുന്ന ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം, വിശ്വാസം, മതം എന്തും നമുക്ക് ഇന്ത്യയിൽ അത് കൊണ്ട് ഫോളോ ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പ്രിയാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കാണിക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതാണ്, നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഒന്ന് വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ആമുഖത്തിന്റെ ഒരു നടുഭാഗം, അതായത് ആ സെൻട്രൽ ഭാഗത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ. ഈ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഈ ശൂദ്രരുടെ പങ്കിക്ക് ഇത് മനസ്സിലാവുന്നില്ലോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതായത് മതനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആചരിക്കാനും വിശ്വസിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്.
അപ്പൊ അംബേദ്കർ പറയുന്ന കാര്യം അന്നത്തെ ആ ഒരു നിലപാട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനാ അസംബ്ലിക്ക് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും ഇദ്ദേഹം അത് ബ്ലോക്ക് ചെയ്യേണ്ടതല്ലേ? ഇതിനു വേണ്ടി വാദിക്കേണ്ട ആളല്ലേ? വാദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം ദിനം പ്രതി കേരളത്തിലെ ഓരോ രാഷ്ട്രീയ നേതാക്കളും പറയുന്ന നിലപാടുകൾ മാത്രമാണത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അദ്ദേഹത്തിന് അത് താല്പര്യമില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അത് മുസ്ലിം മതത്തിന് മാത്രമല്ല, ക്രിസ്തു മതത്തിനും പറയുന്നുണ്ടല്ലോ. അപ്പൊ വിമർശിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അംബേദ്കറേറ്റുകളെല്ലാം അതും വിളിച്ചോതിക്കൊണ്ട് നടക്കണമെന്ന്, ബോർഡും വെച്ച് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കണമെന്നാണ്. അംബേദ്കർ ഇങ്ങനെ പറഞ്ഞു, അംബേദ്കർ ഇങ്ങനെ പറഞ്ഞു, അംബേദ്കർ അങ്ങനൊന്നുമില്ല. അംബേദ്കറേറ്റുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ദലിതർക്ക് എന്താണോ പഠിക്കാനുള്ളത് അതവർ പഠിക്കും. എന്ത് ആഹാരമാണോ കഴിക്കാനുള്ളത് അവരത് കഴിക്കും. എന്ത് വസ്ത്രമാണോ ധരിക്കാനുള്ളത് അവരത് വസ്ത്രം ധരിക്കുക തന്നെ ചെയ്യും. അത് RSSന്റെ അണ്ടിമുക്ക് ശാഖയിൽ നിന്നുള്ള ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു തീരുമാനമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് മടക്കി നിന്റെയൊക്കെ പോക്കറ്റ് വെക്കുക. ഇങ്ങനെയുള്ള തൊഴിലാളികളുടെ വർത്താനം കേട്ടുകൊണ്ട് അതിന് താളത്തിന് തുള്ളാനൊന്നും ഞങ്ങളെ കിട്ടത്തുമില്ല. ഓക്കെ, ഇനിയിപ്പം മറ്റൊരു കാര്യം പറയാനെന്നുള്ളതെന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തെ അനുസരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊന്നും ദളിതരല്ല തീരുമാനിക്കുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞ് സ്വയം അങ്ങ് പൊങ്ങി, ഈ സ്വയം പൊങ്ങികളാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ചർച്ച നേരിട്ട് കണ്ടിട്ടുള്ള സംഖ്യകൾ പറയും ഒരുപക്ഷെ ശ്രീജിത്ത് പണിക്കർ ജയിച്ചു, അല്ലെങ്കിൽ സണ്ണിയം കപ്പിക്കാടിന് വാക്കുകളില്ലാതെ പോയി. വാക്കുകളില്ലാഞ്ഞിട്ടോ സംസാരിക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇന്ന് ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ്. ശ്യാംകുമാർ സാറായാലും സണ്ണിയം കപ്പിക്കാടായാലും അംബുജാഷ് സാറൊക്കെ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്ന, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ ഒരു അവസ്ഥയിലൊക്കെ വന്നതും അംബേദ്കറിസത്തെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് കൂടുതൽ ദണ്ണപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എത്ര കടന്ന് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കണ്ണീരൊലിപ്പിച്ചാലും മോങ്ങിയാലും ശരി, അംബേദ്കറിസം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എത്ര കടന്ന് വിലപിച്ചാലും അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. നന്ദി, നമസ്കാരം. ജയ് ഭീം.